നമസ്കാരം. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അവർക്ക് വിവിധ തലങ്ങളിൽ നിന്നാണ് പിന്തുണ ലഭിക്കുന്നത്. ഒന്ന്, പാർട്ടി അണികൾ, പാർട്ടിയിലെ അംഗങ്ങളായിട്ടുള്ള വ്യക്തികളുണ്ട്. രണ്ടാമതായി, പാർട്ടിയെ അന്ധമായി സ്നേഹിക്കുന്ന ഒരു സഹയാത്രികരെന്നോ മറ്റോ പറയാവുന്ന ചില ആളുകളുണ്ട്. മൂന്നാമത്, സാംസ്കാരിക നായകർ എന്നൊരു വിഭാഗമുണ്ട്. ഇതിലേറ്റവും അപകടകാരികളായവർ സാംസ്കാരിക നായകരാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. കാരണം ഇവരെല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുന്നത് സെലക്റ്റീവായിട്ടാണ്. സെലക്റ്റീവ് പ്രതികരണക്കാർ എന്നാണ് ഇവരെ പൊതുവെ അറിയപ്പെടുന്നതൊക്കെ തന്നെ. ഇടതുമുന്നണി ഭരിക്കാൻ വരുമ്പോഴൊക്കെ തന്നെ ഇവരിൽ പലർക്കും വലിയ വലിയ പദവികൾ, അതായത് അക്കാദമി പ്രസിഡന്റ് സ്ഥാനം, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ ഏതെങ്കിലും വലിയ കമ്മിറ്റികളിലെ അംഗത്വം, യാത്ര ചെയ്യാൻ സർക്കാർ കാറ് എന്ന് വേണ്ട സോഷ്യലിസം പ്രസംഗിക്കുകയും ബൂർഷ്വാ രീതിയിൽ ജീവിക്കാനുമുള്ള എല്ലാവിധ സംവിധാനങ്ങളും പാർട്ടി ഇവർക്ക് പലർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ UDF ഭരണം മാറി LDF എത്തുമ്പോൾ തന്നെ അതിന് തൊട്ട് മുമ്പ് തന്നെ ഇവർ പലരും പ്രസ്താവനകളായിട്ടൊക്കെ രംഗത്തെത്തുകയും അങ്ങനെ വലിയ വലിയ പദവികളിലിരുന്ന് നമ്മെ ഭരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണുള്ളത്. കാരണം തിരഞ്ഞെടുപ്പിന് ഇവർക്ക് പലർക്കും മത്സരിക്കാൻ കഴിയുകയില്ല. മത്സരിച്ചാൽ സ്വന്തം നാട്ടിൽ നിന്നാൽ പോലും പഞ്ചായത്ത് ഇലക്ഷന് 10 വോട്ട് കിട്ടാത്തവരാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാംസ്കാരിക നായകരെന്ന് പറയും. പക്ഷേ ഇവരിൽ പലരും CPM അടിമകളായി തന്നെ ജീവിക്കുന്നവരാണ്. അടിമ ജീവിതം വല്ലാതെ ആസ്വദിക്കുന്ന ചില ആളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായത് നമ്മെ ഒരാൾ അടിമയാക്കി കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ആ അടിമ ജീവിതം നമ്മളെ വല്ലാതെ സ്വാധീനിക്കും. നമ്മൾ ഈ അടിമ ജീവിതത്തോട് അടിമയായി മാറുകയും പിന്നെ അവർ പറയുന്നതെല്ലാം അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് പറയും. കേരളത്തിൽ CPM ഇങ്ങനെ ഒരുപാട് അടിമകളാക്കി മാറ്റപ്പെട്ട ആളുകളുണ്ട്. സാംസ്കാരിക നായകരാണ്. നമ്മളൊക്കെ ഏറെ ആദരിക്കുന്നവരാണ് ഇവരാണെന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഏതായാലും മൂന്നാം പിണറായി സർക്കാർ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിരവധി സാംസ്കാരിക നായകർ ഇപ്പോൾ തന്നെ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ മറ്റു ചിലരാകട്ടെ ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കൂടിയ കവി സച്ചിദാനന്ദനാണ്. സച്ചിദാനന്ദൻ നമുക്കറിയാം 70കളിലും മറ്റുമൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ, അതായത് കുറച്ച് ഒരു നക്സൽ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ തന്നെ അനുഭാവിയായി രംഗത്തെത്തിയ ഒരാളാണ്. ഇവരുടെയൊക്കെ വാക്കുകേട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് പേരുണ്ടെങ്കിലും പിൽക്കാലത്ത് ഇവരെല്ലാവരും തന്നെ അവരുടെ നിലപാടുകൾ മാറ്റുകയും പിന്നെ അല്പം വിപ്ലവ വീര്യം കുറഞ്ഞ CPM ചേർന്ന് നിന്ന് വലിയ വലിയ പദവികൾ നേടുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ സച്ചിദാനന്ദൻ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസ്താവന വലിയ തോതിൽ വിവാദമായിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ തുടർച്ചയായ ഭരണം CPM വേണ്ട എന്നാണ്. കാരണം ഇങ്ങനെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബംഗാളിലുണ്ടായ അവസ്ഥ ഇവിടെ ഉണ്ടാകും എന്നാണ് സച്ചിദാനന്ദൻ്റെ ഒരു പ്രവചനം. അത് സത്യവുമാണ്. ബംഗാളിൽ 4 നൂറ്റാണ്ടോളം തുടർച്ചയായി ഭരിച്ച പാർട്ടി ഇന്ന് അവിടെ ഇല്ല. CPM ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരും അവിടെ വലിയ വലിയ പദവികൾ വെച്ചിരുന്ന പലരും ഇന്ന് കേരളത്തിൽ വന്ന് ഇവിടെ പൊറോട്ട അടിക്കുകയും നമുക്ക് തെങ്ങ് കയറാനൊക്കെ വരികയും ചെയ്യുന്ന ആളുകളായി മാറിയിരിക്കുന്ന അവസ്ഥയാണുള്ളത്. ഒരുപക്ഷെ അത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ സാഹിത്യകാരന്മാർ എപ്പോഴും ക്രാന്തദർശികളാണെന്ന് പറയും. കവികളെക്കുറിച്ചൊക്കെ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ കവിയായ സച്ചിദാനന്ദൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിക്കാണും ഇത് ഒരു ശരിയായ രീതിയല്ല, അതുകൊണ്ട് ഈ മൂന്നാം പിണറായി ഭരണം നമുക്കിനി വേണ്ട എന്നുള്ള നിലപാടിലേക്ക് അദ്ദേഹം എത്തിയത്. പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും കൂടുതൽ ശക്തിപ്പെടുത്തും എന്നും അദ്ദേഹം നമുക്ക് പ്രത്യേക ഉപദേശം നൽകുന്നുണ്ട്. അത് ഒരു സത്യവുമാണ്. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് CPM കാണിക്കുന്ന ആവേശം ഒരിക്കലും ഭരണത്തിലെത്തുമ്പോൾ അവർ കാണിക്കാറില്ല. പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവരുടെ എതിരാളികൾ കൊണ്ടുവരുന്ന എല്ലാ പരിഷ്കാരങ്ങളെയും എതിർക്കുകയും പിന്നീട് ഭരണം കിട്ടുമ്പോൾ അതെല്ലാം ഒരു ഉളുപ്പുമില്ലാതെ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എപ്പോഴും CPM പിന്തുടരാറുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം പ്രതിപക്ഷത്തിരുന്നാൽ പാർട്ടി ഒന്ന് നന്നാവും എന്നുള്ള സച്ചിദാനന്ദൻ്റെ ഉപദേശം പാർട്ടി സഖാക്കൾ എത്രത്തോളം കേൾക്കുമെന്നറിയില്ല. കാരണം അവരെല്ലാവരും ഇനി ഒരു മൂന്നാം പിണറായി സർക്കാരിൻ്റെ ലഹരിയിലാണ്. എങ്ങനെ മൂന്നാം പിണറായി സർക്കാർ രൂപീകരിക്കണം, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സാംസ്കാരിക നായകന്മാർ പോകുമ്പോഴാണ് അവരുടെ തന്നെ സാഹിത്യ അക്കാദമി അധ്യക്ഷനായ CPM നിയമിച്ച സാഹിത്യ അക്കാദമി അധ്യക്ഷൻ തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത് പലരെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും പലരും സച്ചിദാനന്ദനെ ആഞ്ഞടിച്ചിട്ടില്ല എങ്കിൽ പോലും എങ്ങും തൊടാത്ത രീതിയിൽ വിമർശനവും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും മൂന്നാം പിണറായി സർക്കാരിന് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്ന മറ്റൊരാളാണ് എഴുത്തുകാരിയ സാറ ജോസഫ്. അവർ തന്നെയാണ് പറയുന്നത് മൂന്നാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് ഒരു ശരിയായ കാര്യമല്ല, അത് പാർട്ടിയെ തളർത്തും. മാത്രമല്ല CPM ഇപ്പോൾ കേരളത്തിൽ നടത്തുന്ന പല കാര്യങ്ങളോടും ശക്തമായ വിയോജിപ്പാണ് സാറ ജോസഫ് ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇതെല്ലാം ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അധികാരത്തിൽ എത്താൻ വേണ്ടി ഏത് പിശാചിനോടും കൂട്ടുകൂടും എന്ന് പറഞ്ഞൊരു പാരമ്പര്യം CPM എന്നൊക്കെയാണ് ഇപ്പോൾ സാറ ജോസഫ് പറയുന്നത്. മാത്രമല്ല ഈ ഇമാതിരി ഈ മൂന്നാം പിണറായി സർക്കാരൊക്കെ വരുന്നത് അത് പിന്നെ വ്യക്തിപൂജയിലേക്ക് മാറുകയും വ്യക്തിപരമായ രീതിയിൽ ഓരോരുത്തർ ഏകാധിപതികളായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ള ഒരു നിലപാടാണ് സാറ ജോസഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും എന്താണ് സംഭവിച്ചതെന്ന് ഇനി മനസ്സിലായിട്ടില്ല. രണ്ടുപേരും പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അവരോട് വിശദമാക്കാൻ ഉള്ളതുകൊണ്ട് അത്രയും നീട്ടിപ്പരത്തുന്നില്ല. എങ്കിൽ പോലും ഇവരെല്ലാവരും ഇപ്പോൾ CPM വിട പറയുന്ന ലക്ഷണമാണ് കാണിക്കുന്നത്. കാരണം ഈ പാർട്ടിയുടെ ഏതാണ്ട് സമയമെടുത്തു എന്നുള്ള ചിന്ത ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായർക്ക് പോലും ഉണ്ട് എന്നുള്ള ഒരു ലക്ഷണമാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഇവരുടെയൊക്കെ തന്നെ ഈ മനമാറ്റത്തെ പിന്നിലെന്ന് വേണം കരുതാൻ. നേരത്തെ ചാനലുകളിൽ ചർച്ച നടത്തിക്കൊണ്ടിരുന്ന CPM നിരന്തരമായി വാദിച്ചിരുന്ന റജി ലൂക്കോസ്, അതല്ലെങ്കിൽ ഹക്സർ തുടങ്ങിയ
ആളുകളൊക്കെ തന്നെ ഇപ്പോൾ പാർട്ടി വിട്ടു പോവുകയാണ്. റജി ലൂക്കോസ് ബി ജെ പിയിൽ ചേർന്നപ്പോൾ അക്സറാകട്ടെ അദ്ദേഹം ചെന്ന് RSPയിൽ ചേരുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേർ ഇപ്പോൾ CPMൻ്റെ ചങ്ങലക്കെട്ടുകൾ തകർത്തുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം, അവരുടേതായ പുതിയ ലോകങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും സച്ചിദാനന്ദൻ്റെയും സാറാ ജോസഫിൻ്റെയൊക്കെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ CPMൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് തന്നെ വലിയ തോതിലുള്ള വിമർശനം ഉയരുന്നുണ്ട്. എങ്കിലും ചിലരൊന്ന് മൃദുവായി മാത്രമാണ് അവരെ വിമർശിക്കുന്നതെങ്കിൽ മറ്റു ചിലരാകട്ടെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് അവരെ വിമർശിക്കുന്നത്. കാരണം ഇപ്പോൾ ഭരണം തീരാൻ പോണ ഘട്ടത്തിലാണോ ഈ ഇത്തരത്തിലുള്ള പ്രസ്ഥാനം നടത്തുന്നത്, ഇത്രയും കാലം നിങ്ങളവിടെ പോയിരുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലരും ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ പോലും സാംസ്കാരിക നായകരെ സംബന്ധിച്ചിടത്തോളം ഇനിയും അങ്ങോട്ട് പലരും ഈ ഒരു നിലപാട് സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പലരും ഈ പാർട്ടിയുടെ അനുഭാവിയായിപ്പോയി, അതല്ലെങ്കിൽ പാർട്ടി സഹയാത്രിയായിപ്പോയി എന്നുള്ള പേരിൽ വല്ലാത്ത അടിമത്തം അനുഭവിക്കുന്ന ഒരു അവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം പാർട്ടിക്ക് വിരുദ്ധമായ എന്തെങ്കിലും സമൂഹത്തിലൊരു മാറ്റം ഉണ്ടായാൽ, ഒരു നിലപാടുണ്ടായാൽ അതിനെ ഒരിക്കലും അവർക്ക് എതിർക്കാൻ കഴിയുകയില്ല. ടിയാൻമെൻ സ്ക്വയറിൽ ചൈനീസ് പട്ടാളം ടാങ്കുകൾ കയറ്റിയിറക്കി എത്രയോ ചെറുപ്പക്കാരെ കൊന്നുതള്ളിയപ്പോൾ അത് ശരിയാണ് എന്ന് പറയേണ്ട ഗതികേട് കേരളത്തിലെ പല ഇടതുപക്ഷ സഹയാത്രികരായ സാംസ്കാരിക നായകന്മാർക്കും അന്നുണ്ടായെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുക. അതുപോലെ എല്ലാ കാര്യങ്ങളിലും പിണറായി സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് അനുസരിക്കുകയും സൂര്യൻ ഉദിച്ചത് ഇന്ന് പടിഞ്ഞാറാണ് എന്ന് പാർട്ടി പറഞ്ഞാൽ അങ്ങനെ തന്നെ എന്ന് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം സാംസ്കാരിക നായകർ ഇന്നും പാർട്ടിയിലുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം. തങ്ങളുടെ എതിരാളികളെ എതിർക്കുന്ന കാര്യങ്ങൾ മാത്രം അവർ നിലപാട് സ്വീകരിക്കുകയും അതിന് സ്വന്തം കാര്യം വരുമ്പോൾ അതിൽ നിന്ന് മാറ്റിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് പലപ്പോഴും പിന്തുടരുന്നത്. ഏതായാലും ഈ അടിമ സഖാക്കൾ പലരും അടുത്തോളം പറ്റുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ഇത് ഒരുപക്ഷേ കേരളത്തിലെ ഇടത് ഭരണത്തിൻ്റെ അവസാന ഘട്ടമാകാം, അല്ലെങ്കിൽ അവസാന ഇടതുപക്ഷ സർക്കാരാകാം എന്നൊക്കെയാണ് ഇപ്പോൾ പലരും പ്രവചിക്കുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങുമ്പോൾ ഒരുപക്ഷേ അങ്ങനെയൊന്നും ആയിരിക്കില്ല. കുറച്ചൊരു യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മൾ ചിന്തിക്കുമ്പോൾ UDFനാണ് ജനങ്ങളുടെ പിന്തുണയെങ്കിൽ പോലും CPMനും അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയാത്തൊരവസ്ഥ കേരളത്തിൽ എപ്പോഴും ഉണ്ട്. ഏതായാലും കേരളത്തിൽ തുടർഭരണം വേണ്ട എന്ന് തന്നെയാണ് ഈ സാംസ്കാരിക നായരെല്ലാവരും ഇപ്പോൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്.